ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ചാണ്. നമുക്കറിയാം, പലർക്കും യൂട്യൂബിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ച് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പ്രൊട്ടക്റ്റ് യുവർ ചാനൽ ഫ്രം മാൽവെയർ എന്ന് പറഞ്ഞിട്ട്, എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് എന്നറിയുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു സർവീസാണ് യൂട്യൂബ് ചാനൽ. അതുപോലെ ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, ജിമെയിൽ ഉണ്ട്, ഗൂഗിൾ ഫോട്ടോസ്, അങ്ങനെ നമുക്ക് ഒരുപാട് ഗൂഗിളിൻ്റെ സർവീസുകളുണ്ടല്ലോ. ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ ആഡ്സെൻസ്. ഇതൊക്കെ എന്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഒരു ഇമെയിൽ ഐ ഡി, ഗൂഗിളിൻ്റെ ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് പ്രൈമറി ആയിട്ട് ഉണ്ടായിരിക്കണം. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സർവീസൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി എത്രത്തോളം സെക്യൂർഡ് ആയിരിക്കണം? അതെല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ജിമെയിലാണെങ്കിൽ വളരെ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂട്യൂബ് ചാനൽ അതിലാണ്, ഗൂഗിൾ ഫോട്ടോസ്, അതുപോലെ ഗൂഗിൾ ഡ്രൈവ്, ഒരുപാട് ഫയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ചാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നമ്മളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ട് നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊട്ടക്ഷനും ഇതിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ ഗൂഗിൾ ക്രോമിൽ അതുപോലെ ജിമെയിലൊക്കെ ഒരുപാട് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരുപാട് വെബ്സൈറ്റുകളിൽ കയറുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടെയൊക്കെ നമുക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്. അതായത് ഏത് സമയവും നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടാം. നമ്മുടെ മൊബൈലിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലാണെങ്കിൽ അതിലേക്ക് വൈറസ് വരാം. നമ്മുടെ ഫയലുകളൊക്കെ നശിപ്പിക്കപ്പെടാം, ഹാക്ക് ചെയ്യപ്പെടാം. അപ്പോൾ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ ഒരുപാട് പ്രൊട്ടക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അതുപോലെ റിക്കവറി ഓപ്ഷനുകൾ, ബാക്കപ്പ് ഓപ്ഷനുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ യൂട്യൂബ് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഫീച്ചർ കൂടി ഇപ്പോൾ ഗൂഗിൾ തന്നിട്ടുണ്ട്. അതാണ് എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഓൺ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ക്രോമിൻ്റെ ഒരു പ്രവർത്തനക്ഷമത കൂടും. നമുക്ക് ഭീഷണിയായിട്ടുള്ള മാൽവെയറുകൾ, സൈറ്റുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് സേഫ്റ്റി മുൻനിർത്തി നമുക്ക് ഭീഷണിയായിട്ടുള്ളതൊക്കെ ഗൂഗിൾ ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ആക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ഇവിടെ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഒരു ക്രിയേറ്റർക്ക് മാത്രമല്ല, ഈ ഒരു ഇമെയിൽ ഐ ഡി ആർക്കൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത് ഓൺ ചെയ്ത് വെക്കാം. എല്ലാം കൊണ്ടും വളരെ സേഫാണെന്ന് പറയാം. കാരണം നമുക്ക് നമ്മുടെ ചാനൽ ഏത് നിമിഷവും ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കൊരു ഇമെയിലൊരു ഫയൽ വന്നു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി, അതായത് നമ്മുടെ ചാനലൊക്കെ ഹാക്ക് ചെയ്യപ്പെടാം. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സ്റ്റൻഷൻസ് നമ്മൾ ക്രോമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിലൂടെയൊക്കെ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടാം. അപ്പോൾ ഒരു ക്രിയേറ്ററുടെ മൈൻഡിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് പണി കിട്ടുക എന്ന് പറയാൻ വയ്യ. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പോൾ ഇത് എല്ലാവരും ഓൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് ടേൺ ഓൺ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാം. പ്രൊട്ടക്റ്റ് യുവർ ചാനൽ ഫ്രം മാൽവെയർ, ടേൺ ഓൺ എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് ബിഫോർ ഡൗൺലോഡിങ് ഫയൽസ് ഇൻ ക്രോം എന്നുള്ളത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗൂഗിൾ ക്രോമിൽ അതുപോലെ ജിമെയിലൊക്കെ നമ്മൾ ഫയൽസുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴൊക്കെ, ബ്രൗസ് ചെയ്യുമ്പോഴൊക്കെ ധാരാളം മാൽവെയറുകൾ, നമുക്ക് വൈറസുകളും അതുപോലെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടാൻ, അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റി ബ്രൗസിങ് എക്സ്പീരിയൻസ്, ഫാസ്റ്റർ എക്സ്പീരിയൻസ് നമുക്കിതിലൂടെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇതെങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ ടേൺ ഓൺ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് സെക്യൂരിറ്റി എടുത്ത് എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഗൂഗിൾ എടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു.
എന്നിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാം. ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് മാറ്റുമ്പോൾ സെക്യൂരിറ്റി എന്ന് കാണാൻ കഴിയും. ഈ ഒരു സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാം. അവിടെ എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് ഫോർ യുവർ അക്കൗണ്ട് എന്നുള്ളത് ഓഫാണ്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു ടിക്കറ്റ് കൊടുക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിങ് ഫോർ യുവർ അക്കൗണ്ട് ടേൺ ഓൺ എന്നുള്ളത് കാണാം. താഴെ റൈറ്റ് സൈഡിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടേൺ ഓൺ എന്നുള്ളത് 24 hours ആകും ഇത് വർക്കാകാൻ എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇത് ഓഫ് ചെയ്യാനും കഴിയും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ ചാനൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സുകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.